തെക്കുംപുറത്തെ വ്യാപാര സ്ഥാപനം അന്ന് വാപ്പാടിയായിരുന്നു അല്ലെ. പെട്ടിക്കട എന്ന് പറയുമ്പോൾ ഇപ്പൊ ആൾക്കാർക്ക് വിചാരിക്കും എന്താന്ന് വിചാരിക്കും, പക്ഷെ അന്നത്തെ കാലത്ത് മൊത്തം അപ്പൊ ചെറിയൊരു കട പോയ. അപ്പൊ ഈ വൈകുന്നേരങ്ങളിലെ ആൾക്കാര് അല്ലെ, അപ്പൊ എപ്പോഴൊക്കെയാണ് ഇത് രാവിലെ തുറക്കുക, എങ്ങനെയായിരുന്നു എന്റെ സമയക്രമങ്ങളൊക്കെ? രാവിലെ തുറക്കും, വൈകിട്ട് രാത്രിയാണ് കൂടുതൽ കച്ചവടം നടക്കുക. വൈകുന്നേരങ്ങളാണല്ലോ എല്ലാ പണി കഴിഞ്ഞ് വരുന്നത്, എല്ലാവരും വരുന്ന സമയം അപ്പോഴാണ്. പിന്നെ ഞങ്ങള് ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും പണിക്കാരൊക്കെ ആ ഭാഗത്ത് ആ സമയം വൈകിട്ടാണല്ലോ കൂടുക. ഈ വൈകിട്ട് ആണുങ്ങളൊക്കെ കൂടി വല്ല സിനിമാ പ്രദർശനം അങ്ങനെയൊക്കെ നടത്തിയായിട്ട് ഓർമ്മയുണ്ടോ? തെക്കുംപുറത്ത് എന്നും സൈക്കിൾ ആക്റ്റും സർക്കസുകളും പറയാമോ? സർക്കസുകള് ഒരുപാട് കമ്പനികളുടെ സർക്കസ് എല്ലാ സമയങ്ങളിലും വന്നിരുന്നു. അവിടെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. പാടങ്ങളിലായിരുന്നു. അന്ന് പാടങ്ങളിലാണ്. പാടം കൊയ്ത് മെതിച്ചു കഴിഞ്ഞാൽ അവിടെ കൃഷി സ്ഥലം ഒഴിഞ്ഞു കിടക്കില്ല. ആ സമയത്താണ് ഈ സർക്കസുകളൊക്കെ വരാറ്. എല്ലാ കാലത്തും ഇവിടെ ഞങ്ങളുടെ ചെറുപ്പങ്ങളിലൊക്കെ സർക്കസ് ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരങ്ങളിലൊരു അല്ലേ, അതെ, വലിയ സംഭവമായിരുന്നു. കനാലിൻ്റെ ആൾക്കാരും ഇതൊക്കെ ആയിട്ട് വലിയ ബഹളമായിരുന്നു. അതുമാതിരി തച്ചമ്പാറയെ സംബന്ധിച്ചാണെങ്കിൽ ആദ്യം സ്കൂളിന്റെ പിന്നിൽ ഒരു സിനിമ കോട്ടായി ഉണ്ടായിരുന്നു, ഒരു ഷെഡ്. അതുമാതിരി അതിനുശേഷം അത് വീണ്ടും തച്ചമ്പാറ സെന്ററിലേക്ക് വന്നു. അതൊരു കോട്ടായി ആയിട്ട് തന്നെയാണ്, അല്ല തിയേറ്റർ എന്നല്ല പറയാവുന്നത്. ഞങ്ങളൊക്കെ നിലത്തിരുന്ന് സിനിമ കണ്ടത് കാലഘട്ടമുണ്ട്. ഞാനന്ന് കടൽ പാലറ്റാണ് ആദ്യമായിട്ട് കണ്ടത് സിനിമ എൻ്റെ ഓർമ്മയിൽ. പിന്നെ അതിനുശേഷം കലാബന്ധു വന്നു. പിന്നെ അതിനുശേഷമാണ് പിന്നീട് വേരിങ്കലിൽ ഒരു സിനിമാ തിയേറ്റർ വന്നു. അതിനുശേഷം പിന്നെ മണാർക്കാട് 2-3 തിയേറ്ററുകൾ പിന്നീട് വന്നതാണ്. ഇതാണ് ആദ്യകാലത്തുള്ളത്. അത് ആരുടെയാണെന്നൊന്നും അറിയില്ല. അന്നത്തെ കാലത്ത് ഞങ്ങൾ കുട്ടികളാകുമ്പോൾ പോയിരുന്ന മണലിരുന്നിട്ട് സിനിമ കണ്ടൊരു കാലം ഉണ്ടായിരുന്നു. അതിന് എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നത് കടൽപ്പാലറ്റാണ് ഞാൻ കണ്ട പടം ഫസ്റ്റ് ആ ടൈമിൽ. തെക്കുംപുറത്തുനിന്ന് സാധാരണ രീതിയിൽ നമ്മളിപ്പോ ഈ കല്യാണങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ തുണികളൊക്കെ എടുക്കാനൊക്കെ അല്ലെ, തുണികൾ എടുക്കാനൊക്കെ പോകുമ്പോൾ മണ്ണാർക്കാടേക്ക് ആയിരുന്നോ അന്ന് പോയത്, അതോ പാലക്കാടേക്ക് ആയിരുന്നോ? അതോ പാലക്കാടൊക്കെ പോകണം വളരെ ചുരുങ്ങിയതേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ചെറിയ പാർട്ടിയുടെ തച്ചമ്പാറന്ന് തന്നെ 2-3 കടകൾ, ഒന്ന് പപ്പേട്ട കട തുണിക്കട, അതെ, ഒന്ന് വീരാലിക്കട, അങ്ങനെ 2 തുണിക്കട ഉണ്ടായിരുന്നത്. അതെന്നാണ് അധികം ആൾക്കാരും എടുക്കാറ്. പിന്നെ അതിന് ശേഷം പിന്നെ മണ്ണാർക്കാട്ടേക്ക് ആയി. പിന്നെയാണ് ഇതൊക്കെ മാറ്റങ്ങൾ വന്നത്. നമ്മള് തെക്കുംപുറത്തുനിന്ന് ആദ്യകാല ട്രാൻസ്പോർട്ടിങ് സംവിധാനങ്ങളൊന്ന് പറയാമോ? ആദ്യകാലം കാളവണ്ടിയാണ്. അതിപ്പോൾ പറഞ്ഞല്ലോ, കോട്ടാപ്പാടം ഭാഗത്തു നിന്നുള്ള കാളവണ്ടികൾ 10-50 ഒരാഴ്ചയിൽ. അതുമാതിരി തെക്കുംപുറത്ത് തന്നെ അങ്ങനത്തെ ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു, തമ്പിറാവത്തർ എന്ന് പറഞ്ഞിട്ട് അവരുടെ കാളവണ്ടിയായിരുന്നു. സാധനങ്ങൾ കൊണ്ടുവരുന്നു ഒക്കെ. അതുമാതിരി കോയു പറഞ്ഞിട്ട് ഒരാളുടെ ഉണ്ടായിരുന്നു. ഈ പണിമാട്ടൊക്കെ സ്വന്തക്കാരുടെ കോയു എന്ന് പറഞ്ഞിട്ടാണ്. അവരൊക്കെ ആയിരുന്നു പാലക്കാട് പോയിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നതും ഇവിടെ കടകളിലൊക്കെ കൊടുത്തിരുന്നത്. അങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്. ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. അവർ കൊടുന്ന് ഇവിടെ ഒന്നരാടം വരും, സാധനങ്ങൾ ഇങ്ങനെ വരും, ആഴ്ചയിൽ 1-2 പ്രാവശ്യം. അത് നമ്മൾ ഇറക്കി ബിസിനസ് ചെയ്യലായിരുന്നു. അതേപോലെ ഈ കല്യാണങ്ങൾക്കൊക്കെ ആൾക്കാർ നടന്നു പോയിട്ടല്ലേ? അതെ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. 1-2 കല്യാണങ്ങൾക്ക് കൂടിയായിട്ട് തന്നെ ഓർമ്മയുണ്ട്. അത് രാത്രിയാണ്. രാത്രി പെട്രോൾ മാക്സ് പിടിച്ചിട്ടാണ് ആൾക്കാർ പോവുക. കുറേ ആൾക്കാരാണ് പെണ്ണുങ്ങൾ ഒരുമിച്ച് പോകും. എന്നുവെച്ചാൽ പുതിയ ആപ്പിള പോവുക എന്നൊക്കെ പറയില്ലേ, അതിന് പോവുക. എന്നിട്ട് ഇവിടുന്നൊക്കെ ചൂരോട് വരെയൊക്കെ പോയ സംഭവം എനിക്ക് തന്നെ ഓർമ്മയാണ്. മൈലാഞ്ചി കല്യാണങ്ങളൊക്കെ എന്തായാലും മൈലാഞ്ചി എന്ന് പറയാനൊന്നുള്ള അങ്ങനെ ഇല്ല. എന്നാൽ കല്യാണങ്ങളാണല്ലോ അത് അന്ന് തന്നെ എല്ലാതും നടക്കുള്ളൂ. മൈലാഞ്ചി എന്നൊന്നും പ്രത്യേകിച്ച് അങ്ങനെയല്ല. എപ്പോഴല്ല മഞ്ഞ കല്യാണം, മൈലാഞ്ചി കല്യാണം ഒക്കെ അന്ന കാലഘട്ടത്തിൽ അതൊന്നുമില്ല, ഒറ്റ കല്യാണമാണ്. പക്ഷെ അതൊക്കെ ഒരു വലിയൊരു ഓർമ്മയാണ്. കാരണം ആ രാത്രി എല്ലാവരും കൂടി ഒരുമിച്ചൊരു യാത്രയും. അതുമാതിരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് അവിടുന്ന് ഒരു ഗ്രൂപ്പും ഇവിടുന്ന് ഒരു ഗ്രൂപ്പായിട്ട് വലിയ പാട്ടുണ്ട്. ഓർമ്മയുണ്ട്. അല്ല, പാട്ട് ഓർമ്മയില്ല. അല്ല, പാട്ട് നമ്മൾ പാടുന്നതല്ല, പക്ഷെ പാട്ട് ചെയ്തിരുന്ന ഓർമ്മയുണ്ട്. സ്ത്രീകളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ ഇറങ്ങി വരും. അതുമാതിരി നമ്മൾ പുതിയാപ്പിളയും പാർട്ടിയും പോണവർ ഉണ്ടാവും. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നല്ല രസമായിരുന്നു. അന്ന് പെട്രോൾ മാക്സ് ഒക്കെ ആയിട്ട് പിടിച്ച് അങ്ങനെ ആൾക്കാർ നടന്നു പോവുകയാണ്. അന്ന് ചൂട്ടും പെട്രോൾ മാക്സും ഒക്കെ ആയിട്ട് പോവുക. അത് ശരിക്കും രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രാത്രിയാവില്ലല്ലോ. ഒരു 9-10 മണിന്നൊക്കെ അത്രയൊക്കെയോ? എന്നിട്ട് നേരെ ചെറുക്കൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്? ചെറുക്കൻ്റെ വീട്ടിലേക്ക് പോകും. പെണ്ണും വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടിൽ അല്ല, ചെറുക്കൻ വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വെച്ചിട്ടാണല്ലോ കല്യാണം നടക്കുന്നത്. അത് വീട്ടും വിട്ടത്താണല്ലോ അല്ലേ പന്തല് കാര്യങ്ങള് ഓല കൊണ്ടും. അന്ന് പന്തല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കൂടിക്കൊണ്ടാണല്ലോ, ചെറുപ്പക്കാരെല്ലാം അയൽവാസികളൊക്കെ കൂടിയിട്ടാണ് നമ്മള്
പന്തലുണ്ടാക്കുന്ന. ഇന്നത്തെ കല്യാണം വലിയ ആഘോഷമാണ് ശരിക്കും. ആ കാര്യങ്ങൾ നോക്കിയാൽ അലങ്കാരം മറ്റൊക്കെ അവരാ ചെയ്യണത്. അത് മാത്രമല്ല എല്ലാവരും ഒരുമിച്ച് അല്ലെ, അയൽവാസികളെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു മഹലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ള കുറെ ആൾക്കാർ കൂടിക്കൊണ്ടാണുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ തെക്കുംപുറത്ത് വന്ന ആദ്യകാല മറ്റുള്ള ഞാൻ പറഞ്ഞ പള്ളികളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇപ്പോഴത്തെ ഇവിടെ തെക്കുംപുറത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ പള്ളി തന്നെ കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ എനിക്കത് നോക്കുമ്പോൾ ഞങ്ങൾ 10-20 വീട്ടുകാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു പ്രത്യേകത്ത് ഞങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ മേലോടത്ത് കുറച്ച് ആൾക്കാരുണ്ട്. അതുമാതിരി അങ്ങനെ കുറച്ച് വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 30-40 തികയാത്ത ആൾക്കാരായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ 100 വീടുകൾ 130ഓളം വീടുകളായിപ്പോയി. അതൊക്കെ കൂടുതൽ ആൾക്കാരോട് പുറത്തുനിന്ന് വന്ന് ഇവിടെ താമസിക്കുന്നവരാണ്. തെക്കുംപുറത്ത് പള്ളിയെ കൂടാതെ നമ്മുടെ അമ്പലം മുതൂർശി അമ്പലം അതെനിക്ക് തോന്നുന്നു ആദ്യ കാലത്തുണ്ടായിരുന്ന അമ്പലം തോന്നുന്നു. ആദ്യകാലത്തുള്ളതാണ്. അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു അല്ലേ? അങ്ങനെയൊക്കെയാണ്. അത് നമ്മളുടെ തമ്പാന്മാരുടെ ആയിരുന്നു. ആ പഴയ കാലത്തുള്ളതാണ്. അത് പ്ലാപ്പറ്റ തമ്പാന്മാരുടെ ആണെന്നുള്ളതാണ് പറയണത്. പ്ലാപ്പറ്റ തമ്പാന്മാര് കാളവണ്ടിയിലായിരുന്നു പോയിരുന്നെന്ന് തോന്നുന്നു അല്ലേ? അത് പറ്റിയും കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ രാജൻ ഡോക്ടറുടെ അച്ഛൻ അല്ലേ, ഡോക്ടർ അച്ഛൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ. ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? നമ്മുടെ ആശുപത്രിയെ കുറിച്ചൊന്ന് പറയാമോ? തച്ചമ്പാറ ആശുപത്രിയെ കുറിച്ച് നമ്മളൊക്കെ ഇപ്പം ഞങ്ങളെ എന്താ വാപ്പിയമ്മയൊക്കെ പറയണ അനുസരിച്ചിട്ട് ഇപ്പം എൻ്റെ മദർ തന്നെ പ്രസവിച്ചിരിക്കണമൊക്കെ തച്ചമ്പാറ ഹോസ്പിറ്റലാണ്. പ്രസവിക്കാന്ന് പറഞ്ഞാൽ 15 പ്രസവിച്ച ആളാണ് എൻ്റെ അമ്മ. ആലിക്കാസ് എൻ്റെ അന്നാമ്മ 15 മരിച്ചത്, അതുമായി പ്രസവിച്ചത്. അതുപോലെ എൻ്റെ അമ്മയും അച്ഛനായിട്ട് ഒരു 15 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ മരിച്ചപ്പോൾ 11 പേര് ഞങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ 4 മൂലയ്ക്ക് 2 ചെറിയ റൂമുകളുണ്ട്. അതാണ് അതിലത്തെ അന്നത്തെ സ്പെഷ്യൽ റൂമുകൾ. അതിലായിരുന്നു ഞങ്ങൾ എൻ്റെ അമ്മയൊക്കെ പ്രസവിച്ചിരുന്ന ആ 4 റൂമിൽ ഏതെങ്കിലും ഒരു റൂമിലാണ്. അന്നത്തെ സ്പെഷ്യൽ അതാണ്. ചെറിയൊരു റൂമുകളാണ് 4. ഇന്നും ആ റൂമുണ്ട് അതിൽ, ആ ബിൽഡിങ്ങിൽ. അതന്നെ ജനറൽ വാർഡിലാണ്. അതിൽ ഈ 4 റൂമിലാണ് സ്പെഷ്യൽ ആരെങ്കിലും പ്രസവിക്കാൻ മറ്റു കാര്യങ്ങളോ ചെയ്തിരുന്നത്. അത് വലിയ ആ ഡോക്ടർ ഭയങ്കര സംഭവമായിരുന്നു, വിനോദ് ഡോക്ടറെ അച്ഛനെ. നമുക്ക് വലിയ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ആൾക്കാർക്കൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണ്.